ഖുശാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ये देखिए बच्चों, आप यहाँ क्या देखते हैं? നിങ്ങളിവിടെ എന്താ കാണുന്നേ? എന്തിൻ്റെ തസ്വീറാ? യെസ്, ബാരിഷ് കാ തസ്വീർ ഹേ. ക്യാ ഹേ? ബാരിഷ് കാ തസ്വീർ ഹേ. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മഴയാണ്. മഴ എന്ന് പറയുന്നത് വളരെ സുഖകരമായ അനുഭവമാണ് അല്ലേ? മഴയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. മഴയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്? ഒന്ന് പറയാമോ? ഒന്ന് പറയാം. നമുക്കൊരു പദസൂര്യൻ വരച്ച് നോക്കാം അല്ലേ? നമുക്കൊരു ലെപ്സി സൂരജ് വരച്ച് നോക്കാം. നോക്കൂ, മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? പേട് പൗതേ. പേട് പൗതയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നനയുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? പേട്, ഓക്കെ, പൗതേ. ആദ്യം തന്നെ ഇതാണോ പറയുക? അല്ല, പാനി, ഓക്കെ, വെള്ളം. പിന്നെ മേഘം. മേഘത്തിന് എന്താ പറയുക? ബാദൽ അല്ലേ? ബാദൽ, ഓക്കെ. പിന്നെ മിന്നലുണ്ടാവും അല്ലേ? മിന്നലിന് നമ്മൾ പറയുന്നത് ബിജ്ലിയാണ്. പിന്നെന്താണ് പറയുക? കാറ്റ്, ഹവ. കാറ്റിനെ പറയുന്നത് ഹവ. പിന്നെ തണുപ്പുണ്ടാവും. തണുപ്പിന് എന്താ പറയുക? സർദി എന്ന് പറയാം അല്ലേ? തണുപ്പ്. പിന്നെ മഴ എവിടെയൊക്കെ പെയ്യുന്നുണ്ട്? വയലിലും വഴിയിലും അല്ലേ? അങ്ങനെ എല്ലാവിടെയും നമ്മുടെ മഴ പെയ്യാറുണ്ട്. ഓക്കെ, മഴയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മഴ നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ? പിന്നെ മഴ ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മഴയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എഴുതിയാലും മതിയാവില്ല അല്ലേ? മഴ വളരെ രസകരമാണ്. അതുപോലെ തന്നെ മഴ അത്യാവശ്യമാണ് അല്ലേ? മഴ എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇതൊരു ജരൂരത്തി ചീസാണ് അല്ലേ? മഴ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്താ? മഴയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ലഭിക്കുമോ? ഇല്ല. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ഇവിടെ നിലനിൽക്കില്ല അല്ലേ? നമുക്കറിയാലോ, നമ്മുടെ ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ജീവനുള്ളത്. മറ്റുള്ള ഗ്രഹങ്ങളിലൊന്നും ജീവൻ കണ്ടുപിടിക്കാത്തതിൻ്റെ കാരണം എന്താ അല്ലേ? അവിടെയൊന്നും വെള്ളം ഇതുപോലെയില്ല, ലിക്വിഡ് ഫോമിൽ അല്ല, നമ്മൾ കുടിക്കുന്ന പോലെയൊന്നും അല്ല വെള്ളം അല്ലേ? അവിടെയൊന്നും വെള്ളത്തിൻ്റേത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആ വെള്ളം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മഴയുണ്ടാവണം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കുറേ പ്രവർത്തനങ്ങൾ ഈ മഴ ലഭിക്കുന്നതിൽ നിന്ന് വളരെ എന്താ പറയുക, കുറവാക്കുന്നുണ്ട് അല്ലേ? മഴയെ കുറവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴയെ അപകടകാരിയുമാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഒന്ന് നമ്മുടെ പൊല്യൂഷൻ അല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പുകയൊക്കെ ഇതാക്കുന്ന അങ്ങനെ തരത്തിലുള്ള നമ്മുടെ പൊല്യൂഷൻ അഥവാ മലിനീകരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മഴയെയൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ മഴയെ അപകടകരമാക്കുന്ന രീതി എങ്ങനെയാണ് മഴ അപകടകാരിയാവുന്നത്? മഴ എപ്പോഴൊക്കെ അപകടകാരിയാവുന്നേ? ഇപ്പോഴത്തെ മഴ മിക്കവാറും അപകടകാരിയാണ് എന്നാണ് പറയുന്നത്. അതെ അല്ലേ? മഴ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തുണ്ടാവും? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? മഴ വരണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ന്യൂനമർദ്ദം ഉണ്ടാവണം അല്ലേ? ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് മഴ. ആ മഴ ഇവിടെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. വന്ന പോലെ ഒന്നും പോവില്ല ആൾ അല്ലേ? വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയാണ് പോവുള്ളൂ. ഇപ്പം അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അല്ലേ? പണ്ടും മഴയുണ്ടായിരുന്നു. പണ്ട് മഴക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും മഴയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അവധി ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ മഴ വരുമ്പോഴേക്കും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും അല്ലേ? അങ്ങനെ കുറേ അലർട്ടുകൾ, കുറേ അപകടങ്ങൾ, കുറേ മരണങ്ങൾ, അങ്ങനെ ഏതെങ്കിലും ഓരോ ഭാഗത്തും എന്തെങ്കിലും ഒരു അപകടം ആ വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യും അല്ലേ? അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിലിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 2-3 അപകടങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക്
പണ്ടൊക്കെ നമ്മൾ അപകടമുണ്ട്, പക്ഷെ എങ്കിലും ഒരു വലിയൊരു തുടക്കം എപ്പോഴായിരുന്നു? അതെപ്പോഴായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. നോക്കാം അല്ലേ, നമുക്കത് എപ്പോഴാണെന്ന് ഞാനൊരു സംഭവം കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നിങ്ങൾ പറയണം ഇത് ഏതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളായിരുന്നു എന്ന്, അഥവാ ഏത് വർഷമായിരുന്നു ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് എന്ന്. ഓക്കെ, നോക്കാം അല്ലേ. കാണുന്നുണ്ടല്ലോ അല്ലേ? നിന്ന നിൽപ്പിൽ ഒരു വീടങ്ങോട്ട് മറഞ്ഞു പോയ സംഭവമാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ. ഇത് 2018 നമ്മുടെ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കേരളത്തിൽ അല്ലേ. 2018 ഒരു മഹാപ്രളയമായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 2018 ആ പ്രളയം നമ്മൾ ഒരു 600 പേരുടെ ജീവനെടുത്തു. ഇതേപോലെ നിന്ന നിൽപ്പിൽ ഒരുപാട് വീടുകൾ തകർന്നു വീണു. അങ്ങനെ ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഓണത്തിന് മുന്നായിരുന്നു. എന്നിട്ട് ആ ഓണക്കാലമൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. വീട് നഷ്ടപ്പെട്ട എല്ലാവരും ഒരുമിച്ച് സ്കൂളുകളിലും മറ്റുമൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഓണം ആഘോഷിച്ച ഒരു കാലം. നമുക്കൊക്കെ അപ്പോൾ സ്കൂൾ അവധിയായിരുന്നു. നമ്മളിങ്ങനെ അവധിയായിരുന്നു. നമ്മുടെയും അതുപോലെ തന്നെ തൊട്ടുള്ള വീടുകളിലും അല്ലെങ്കിൽ വഴികളിലും ഒക്കെ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭയാനകമായ രീതിയിൽ നമ്മുടെ അടുത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് അറിയിക്കണേ. അപ്പോൾ 2018 ഒരുപാട് പേര് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2018 ബന്ധപ്പെട്ട്. 2018 എന്ന പേരിലുള്ള ഒരു സിനിമ. നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ആ കാഴ്ചകൾ മുഴുവനായിട്ടും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ പ്രളയം നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു അവസ്ഥയായിരിക്കും അത് കാണുന്ന സമയത്ത്. സിനിമ കാണാൻ വേണ്ടി പറയുകയല്ല കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, ശരിക്കും നേരിട്ട് നമ്മൾ ആ കാണുന്ന ആ ഒരു അനുഭൂതി നമ്മുടെ മനസ്സിലുണ്ടാവും. എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു സിനിമയെ കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അവസാനം കാണിച്ചത് ചിലപ്പോൾ നമ്മുടെ വയനാട് ദുരന്തത്തെയാണ് അല്ലേ. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതും അതിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ വയനാട് ദുരന്തമാണെങ്കിലും 2018 പ്രളയമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഓരോ മഴക്കാലങ്ങളിലാണ് നമുക്കുണ്ടാകുന്നത് അല്ലേ. അപ്പോൾ മഴ ഇങ്ങനെ അപകടകാരിയാവാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ എന്താ പറയുക, കയ്യിലിരിപ്പ് തന്നെയാണ് അല്ലേ. നമ്മളടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ വേണ്ടാത്ത പ്രവർത്തികളാണ് മഴയെ ഇത്രയും അപകടകാരിയാക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ വയനാട്ടിലെ ഈ ദുരന്തമൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ? വയനാട് ദുരന്തം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല അല്ലേ. അവിടെയൊക്കെ ശരിക്കും പശ്ചിമഘട്ടം എന്നാണ് പറയുക. പശ്ചിമഘട്ട ലോല പ്രദേശങ്ങളാണ്. അവിടുത്തെ മലകളെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ ഖനനമൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലമാണ് അവിടെ ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ ഓരോ ദുരന്തത്തിന് പിന്നിലും മനുഷ്യൻ്റെ ഓരോ പ്രവർത്തികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര അപകടകാരിയാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടും ഇതുപോലെ മഴ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ആവാത്തതിനുള്ള കാരണം അന്നത്തെ ആളുകൾ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ ഇന്ന് അങ്ങനെയല്ല. അത്യാഗ്രഹികളാണല്ലോ മനുഷ്യന്മാർ മിക്കവാറും. എത്ര കിട്ടിയാലും പോരാ. അതിന് ആരെ വേണമെങ്കിലും ചൂഷണം ചെയ്യും. അതിന് പ്രകൃതിയെ ഒരുപാട് നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെ ചൂഷണം ചെയ്യണത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നുവെച്ചാൽ
കാടുകളും അല്ലേ, കാടുകളൊക്കെ വെട്ടി നികത്തുന്നു, മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നു, അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളൊക്കെ നികത്തിയിട്ട് അവിടേക്ക് ഒരു വലിയ റിസോർട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാണാൻ വരും അല്ലേ, ഒരുപാട് ആളുകൾ ഇരിക്കുന്നു, അപ്പോൾ കൂടുതൽ പൈസ കിട്ടുന്നു. അപ്പോൾ എല്ലാവരും കേന്ദ്രീകരിക്കുന്നത് എവിടേക്കാണ്, കുറേ പേര് കാട്ടിനകത്തായിരിക്കും ഈ പണികളൊക്കെ നടത്തുന്നത് ഇല്ലേ. അതിനുവേണ്ടി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എന്തൊക്കെ ചെയ്യും. പലപ്പോഴും അവിടെയുള്ള മലകളും അല്ലേ, കുന്നുകളിനെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കൂ, റോഡ് വികസനമൊക്കെ ആകുമ്പോഴേക്കും എത്ര മലകളും കുന്നുകളും ഒക്കെയാണ് ഇടിച്ച് നിരപ്പാക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ താമസിച്ച ജീവജാലങ്ങളുടെ അവസ്ഥയുണ്ടോ, അത് ചിന്തിക്കുന്നില്ല. പിന്നെ ഈ മലകളും കുന്നുകളും ഒക്കെ എന്തിനാണ് ഈ ലോകത്ത്? ഈ ലോകത്ത് ശരിക്കും നമ്മളിപ്പോൾ ഒരു പേപ്പർ 4 ഭാഗത്ത് ആണി അടിച്ച് വെച്ച് അങ്ങനെ ചെയ്യാറില്ലേ, പറന്നു പോവാതിരിക്കാനായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ മലകളും. ശരിക്കും അവർ നമ്മുടെ കാവൽക്കാരാണ് അല്ലേ. ഈ ഭൂമിയെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താനുള്ളതിൽ അവരുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള പല മലകളെയും കുന്നുകളെയാണ് നമ്മൾ ഇടിച്ച് നിരപ്പാക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോഴത്തെ വീട് നിർമ്മാണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എന്താ ചെയ്യുന്നത്, വീടുണ്ടാക്കുന്നു, വീട്ടിനകത്ത് ടൈലിടുന്നു, അതേപോലെ പുറത്തും കൊണ്ടുപോയി ടൈലിടുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ വെള്ളം വന്ന് ആ വെള്ളത്തിന് ഭൂമിയുടെ അടിയിലേക്ക് പോകാനുള്ളൊരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ആ വെള്ളത്തിന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴുക്കിക്കളയും. അതേപോലെ എല്ലാവരും ചെയ്യും അല്ലേ. അപ്പോൾ ഈ വെള്ളമൊക്കെ പോയിട്ട് എവിടെ പോയി ഒഴുകും? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും വൃത്തി ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ വെള്ളം എന്ത് ചെയ്യുകയാണ്, വെള്ളം നിന്ന് കയറുകയാണ്. മനസ്സിലായോ? അതേമാതിരി നമ്മുടെ ഈ നദികളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മണൽ വാരി അതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയും പോകുന്നു. പിന്നെ അതിലൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യുകയാണ്, വേസ്റ്റ് തള്ളുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ പെയ്യുന്ന മഴനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വിടാൻ സമ്മതിക്കുന്നില്ല അല്ലേ. വേരുകളൊക്കെ സ്റ്റോർ ചെയ്ത് അതല്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുമായിരുന്നു, നമ്മുടെ കിണറുകളിലേക്കും അങ്ങനെയൊക്കെ വിടുമായിരുന്നു അല്ലേ. അതിനൊന്നുമുള്ളൊരു അവസരമില്ല. അപ്പോൾ ഈ മഴ എന്ത് ചെയ്യാണ്, അതിങ്ങനെ നിന്ന് പൊങ്ങുക തന്നെയാണ്. നിങ്ങൾക്കത് സിമ്പിളായി മനസ്സിലാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റം അല്ലേ, മണ്ണുള്ള മുറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും, അതിനടിയിലേക്ക് ഇറങ്ങിപ്പോവും. അതേസമയം നിങ്ങൾ ഇത്തിരി സിമൻറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തൊരു നിലത്ത് ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലോ, ആ വെള്ളം അവിടെ കിടന്ന് പരക്കും അല്ലേ. ഈ വെള്ളം അടിയിലേക്ക് പോവുമോ? പോവില്ല. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി എന്ത് ചെയ്യുന്നു, പ്രളയവും അല്ലേ വെള്ളപ്പൊക്കവും ഒക്കെയായി മാറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ ദുരന്തത്തിന് പിന്നിലും നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോ പ്രവർത്തികൾ ഉണ്ട്. ആ പ്രവർത്തികൾ കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്രകൃതി ഇങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങൾ നമുക്കായിട്ട് നൽകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. നമുക്ക് എന്തായാലും നമ്മുടെ മൊഡ്യൂളുടെ മൊഡ്യൂളൊന്ന് നോക്കാം. നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം പാഠത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ചിത്രം കാണുന്നുണ്ടല്ലോ, ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. കണ്ടോ, എന്താ കാണുന്നത്? വെള്ളമല്ല, വീടുകളൊക്കെ എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലേ. ഇവിടെ തോണിയിൽ ആളുകൾ അവിടെ നിന്ന് പോകുന്നു. നോക്കൂ, നമ്മുടെ വീടിന് മുകളിൽ കോഴിയും പൂച്ചയും ഒക്കെ എന്ത് ചെയ്യാണ്, അഭയം പ്രാപിച്ചിരിക്കുകയാണ് അല്ലേ. ഈ അവസ്ഥ ശരിക്കും നമ്മുടെ പ്രളയത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത്, സാധനങ്ങളൊന്നും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും എടുത്ത് മുകളിലേക്ക് വെക്കും. ഇതൊക്കെ ചെയ്ത് അവരെന്ത് ചെയ്യാണ്, അവരുടെ പ്രാണരക്ഷാർത്ഥം വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ന്യൂസുകളൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കൂ, കണ്ടില്ലേ, ഇവിടെ തോണിക്കാർ, തോണിയിലെ ആളുകൾ വന്ന് ഇവരെയൊക്കെ കൊണ്ടുപോവുകയാണല്ലേ. കുട്ടികളുണ്ട്, ഒപ്പം തന്നെ വളർത്തു മൃഗങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ എടുത്തിട്ട് ഇത്രയും വെള്ളത്തിലൂടെ അവർ നടക്കുന്ന അവസ്ഥ. ഇതൊക്കെ ശരിക്കും ഇപ്പോൾ കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ ഓരോ മഴ വന്നാലും ഇത് തന്നെയാണ് എല്ലാ വർഷവും അവിടെ സംഭവിക്കുന്നത്. ഇവിടെ അവസാനം നോക്കൂ, ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച്
ഇതാ ഭക്ഷണം പാകം ചെയ്യുന്നു. ഇതാ ഇവിടെ കുട്ടികളെ ഉറക്കിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ കുറേ പേര് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ഒരു അതിജീവനം, ഇത്രയും കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നതാണ് എന്നുള്ള ചിന്തയിൽ വേണം. പിന്നെ ഈ തോണിയിൽ രക്ഷപ്പെടുത്തുന്ന ആ ആളുകളുണ്ടല്ലോ, ശരിക്കും അത് നമ്മുടെ മുക്കുവന്മാരായിരുന്നു കേട്ടോ. നമ്മുടെ മീൻ പിടിക്കുന്ന ആളുകളായിരുന്നു. നമ്മുടെ കേരളത്തിനെ ഒരുപാട് അത്രയും എന്താ പറയുക, ദുരന്തം ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് മരിച്ചിട്ടുണ്ടെങ്കിലും ആ ദുരന്തത്തിന് ഒന്നുകൂടെ അങ്ങോട്ടേക്ക് തള്ളിവിടാതെ കേരളത്തിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തനമാണെന്ന് പറയാം. അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അവരായിരുന്നു അവരുടെ ബോട്ടുകളിൽ ആളുകളെ രക്ഷപ്പെടുത്തിയതും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചതും സ്വന്തം പുറം പോലും ചവിട്ടുപടിയാക്കിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ. ജെയ്സൺ എന്നാണ് തോന്നുന്നു അവരുടെ പേരും. ഒക്കെ ആ വീഡിയോയൊക്കെ ആ സമയത്ത് വൈറലായിരുന്നു. എന്നുവെച്ചാൽ ഒരു ദുരന്തം വന്നപ്പോൾ അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് കൂടെ ഓരോ ദുരിതങ്ങളും ഓരോ ദുരന്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. നമ്മളെന്ത് ചെയ്യും? ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി അതിനെ അതിജീവിക്കാനായി കൈകൾ കോർത്തു പിടിക്കും, അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്. ഇപ്പം നമ്മുടെ പാഠഭാഗം തുടങ്ങുകയാണ്. നോക്കൂ, ഹാത്ത് മിലായി എന്ന് വെച്ചാൽ കൈകൾ കോർക്കാം, അല്ലേ? അല്ലെങ്കിൽ കൈകൾ എന്ന് വെച്ചാൽ കൈകൾ ചേർത്ത് പിടിക്കാം എന്നൊക്കെയുള്ള അർത്ഥം. കൈ ചേർക്കാം, കൈ കോർക്കാം എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ്. അപ്പം ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്, ഇതൊക്കെ പറയാതെ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാൻ നിവർത്തിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നു. അബ്ബു ക്യാ ഇസ് സാൽ ബി ബാരിഷ് ഖത്തർനാക് ഹോഗി, അല്ലേ? टेलीविजन पर बारिश की खबर सुनकर आनंद ने डरते हुए पूछा, डरने की बात नहीं है बेटा अब्बू, पिछले साल का सैलाब हम अब तक नहीं भूले. आनंद अपना तजुर्बा बयान करने लगा. എന്താ ഇതിൽ പറയുന്നത്? അബ്ബു ക്യാ ഇസ് സാൽ ബി ബാരിഷ് ഖത്തർനാക് ഹോഗി എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അച്ഛാ, ഈ വർഷവും മഴ അപകടകാരിയാവുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ മഴയിൽ നിന്ന് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള അർത്ഥത്തിൽ ഒരു കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ് കേട്ടോ. ടെലിവിഷൻ പർ ബാരിഷ് കി ഖബർ സുൻകർ ആനന്ദ് നെ ഡർത്തെ ഹുയെ പൂച്ച. ടെലിവിഷനിൽ മഴയെക്കുറിച്ചുള്ള ഖബർ, വാർത്ത കണ്ടിട്ട് അല്ലെങ്കിൽ വാർത്ത കേട്ടിട്ട് ആനന്ദ് എന്ത് ചെയ്യാണ്? അച്ഛനോട് പേടിയോടെ ചോദിക്കുകയാണ് കേട്ടോ. ഡർനി കി ബാത്ത് നിഹി ഹേ ബേട്ട. അപ്പോൾ അച്ഛൻ പറയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ. അപ്പോൾ വീണ്ടും അവൻ പറയാണ്, അബ്ബു പിछले साल का सैलाब हम अब तक नहीं भूले. കഴിഞ്ഞ വർഷം, അല്ലേ? കഴിഞ്ഞ വർഷം നടന്ന പ്രളയം ഞങ്ങൾ ഇതുവരെയും മറന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയും മറക്കാനായിട്ടില്ല, അല്ലേ? ഇതുവരെയും മറന്നിട്ടില്ല. ആനന്ദ് അപ്ന തജറുബ ബയാൻ കർനെ ലഗ. ആനന്ദ് തൻ്റെ അനുഭവം വിവരിക്കാൻ തുടങ്ങി. നോക്കൂ, बारिश का मौसम था. ठंडी ठंडी हवाएं चल रही थी. ज़ोरदार बारिश होने लगी और बिजली चमकने लगी. सुबह से शाम तक यही हाल रहा. ആനന്ദ് തൻ്റെ അനുഭവം വിവരിക്കുകയാണ്. ബാരിഷ് കാ മൗസം ത, മഴക്കാലമായിരുന്നു. തണുതണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. ജോർദാർ ബാരിഷ് എന്നുവെച്ചാൽ ശക്തിയേറിയ മഴ പെയ്തുകൊണ്ടേയിരുന്നു. പിന്നെയോ, അല്ലെങ്കിൽ പെയ്യാൻ തുടങ്ങി, അല്ലേ? ശക്തിയേറിയ മഴ പെയ്യാൻ തുടങ്ങി. ഒപ്പം തന്നെ മിന്നലും, അല്ലേ? മിന്നലും മിന്നലടിക്കാനും തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇതേ അവസ്ഥ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതേ അവസ്ഥ തുടർന്നു കൊണ്ടേയിരുന്നു. മഴയ്ക്ക് ഒരു ഗ്യാപ്പില്ല എന്നുള്ള അർത്ഥം. പിന്നെ നോക്കൂ, ധീരെ ധീരെ പാനി ബഡ്നെ ലഗി. അപ്പോൾ പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ പതിയെ പതിയെ വെള്ളം ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന വെള്ളത്തിന് ഭൂമിക്കടിയിലേക്കോ, അല്ലേ, ഒന്നും പോവാനുള്ള അതില്ല. നല്ല ശക്തിയേറിയ മഴയാണ്. അതിൽ വെള്ളം എന്ത് ചെയ്യാണ്? പൊങ്ങിത്തുടങ്ങി. രാത് ബഹുത് ഹോ ചുക്കി തി, കിസി കോ നീന്ദ് നെഹി ആയി. രാത്രി വളരെയധികമായി, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പറയില്ലേ, നേരം ഒരുപാടായി, അല്ലെങ്കിൽ രാത്രി ഒരുപാടായി.
പക്ഷേ ആർക്കും തന്നെ നീന്ത് ഉറക്കം വന്നില്ല. സോച്ചാ കെ പാനി കം ഹോ ജായേഗ ലേക്കിൻ പാനി ബരസ്താ ഹി രഹ. എല്ലാവരും എന്താ ചിന്തിച്ചത്? വെള്ളം കുറയുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മഴ പെയ്തുകൊണ്ടേയിരുന്നു. വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാനാവില്ല അല്ലേ? നമുക്കറിയാമല്ലോ, വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആർക്കും തന്നെ നേരം ഒരുപാടായിട്ടും ഉറക്കമേ വന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ ആ വെള്ളത്തിനെ കുറിച്ചുള്ള ചിന്തയിലാണ് അല്ലേ? പക്ഷെ എന്നാലും എല്ലാവരും പ്രത്യാശിച്ചു, ഒരു പക്ഷേ മഴ നിൽക്കുമായിരിക്കും, വെള്ളം കുറയുമായിരിക്കും. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. മഴ പെയ്തുകൊണ്ടേയിരുന്നു, വെള്ളം കൂടിക്കൊണ്ടേയിരുന്നു. अब्बू ने घर के सारे सामान ऊंची जगहों पर रख दिए. അച്ഛൻ എന്ത് ചെയ്തു? വീട്ടിലെ മുഴുവൻ സാധനങ്ങളും ഉയരമുള്ള അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എടുത്തു വെച്ചു. ഇത് എല്ലാ വീടുകളിലും സംഭവിച്ച കാര്യമാണ് കേട്ടോ. വെള്ളം കൂടാൻ തുടങ്ങിയപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങൾ അതൊക്കെ ഒലിച്ചു പോവാതിരിക്കാനായിട്ട് വീടിൻ്റെ സൺഷെയ്ഡുകളിലേക്കും ഇനിയിപ്പോൾ രണ്ടാം നിലയുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടാം നിലകളിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തി വയ്ക്കുക. ശരിക്കും ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുബാ ഹുയി തോ ദേഖ പാനി ഘർ കെ ബരാമദേ തക് പഹുഞ്ച് ഗയാ ഹെ. രാവിലെ ആയപ്പോൾ എന്താ കണ്ടത്? രാവിലെ ആയപ്പോൾ കണ്ടു വെള്ളം വീടിൻ്റെ വരാന്ത വരെ എത്തിയിരിക്കുന്നു. അബ്ബു ഹം ക്യാ കരേ കഹാ ജായേ. അല്ലേ, അച്ഛാ നമ്മൾ എന്ത് ചെയ്യും, എവിടേക്ക് പോകും? മെനെ പരേഷാൻ ഹോക്കർ പൂച്ച. ഞാൻ വേവലാതിയോടെ അല്ലെങ്കിൽ പരിഭ്രാന്തനായിക്കൊണ്ട് ചോദിച്ചു. ഇത്തനെ മേ മദത് കേലിയെ കഷ്തിയിലേക്കർ ഗാവോം വാലെ ആയി. അപ്പോഴേക്കും സഹായത്തിനായിട്ട് തോണിയുമായി അവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾ വന്നു. അതാരായിരുന്നു? അതെ, ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ശരിക്കും വന്നത് അവിടെയുള്ള മീൻപിടുത്തക്കാരായിരുന്നു കേട്ടോ. പ്രളയത്തിൻ്റെ സമയത്ത് വന്നത്. ഇവിടെ പറഞ്ഞത് ഗ്രാമത്തിലെ ആളുകൾ വന്നു എന്നാണ്. ഇസ്മേ പഡോസ് കി ബച്ചേ ഔറത്തേം ഓർ ബുഡേത്തേ. അതിൽ അയൽ വീട്ടിലെ കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധരായവർ ഒക്കെ ഉണ്ടായിരുന്നു. സബ് ഡരേ ഹുയേത്തേ. എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം അതൊരു പുതിയ അനുഭവമായിരുന്നു അല്ലേ അവർക്ക്. കുച്ച് ലോഗ് അപ്പനെ പാൽത്തു ജാൻവർ ഓർ പരിന്തോം കോ ബി സാത്ത് ലായേ തെ. കുറേ ആളുകൾ സ്വന്തം ജീവൻ മാത്രമല്ല നോക്കിയത്, അവരെന്ത് ചെയ്തു? അവരുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ എന്ത് ചെയ്തു? കൂടെ കൂട്ടി. അടുത്തത് നോക്കാം. ഹം ബി കഷ്തി മീ ചഡ് ഗയി. ഞങ്ങളും തോണിയിൽ കയറി. നോക്കൂ, ചാറോം തരഫ് ഹൗഫ്നാക് ഹാലാത്ത്. നാല് ഭാഗവും ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു അല്ലെങ്കിൽ ഭയാനകമായ അവസ്ഥയായിരുന്നു. കൈ ജാൻവർ ഓർ പരിന്തേ പാനി മേ ബഹ് രഹേ തേ. എന്താ പറയുന്നത്? ചില അല്ലെങ്കിൽ കുറച്ച് മൃഗങ്ങളും പക്ഷികളൊക്കെ എന്ത് ചെയ്യായിരുന്നു? വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ശരിക്കും ആ ഒരു സമയത്ത് നടന്നു പോയ കാര്യമാണ് കേട്ടോ. ആ സമയത്ത് ശരിക്കും ഒരു സ്ത്രീയുടെ മൃതദേഹം പോലും എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് 2018 കഴിഞ്ഞ തവണത്തെ വയനാട് ദുരന്തത്തിൽ നമുക്കറിയാലോ എത്ര മൃതദേഹങ്ങളാണ് നമ്മൾ ഈ ചാലിയാറിൽ നിന്നൊക്കെ കണ്ടെത്തിയത് അല്ലേ? അതുപോലെ ഇവർ വരുന്ന സമയത്ത്, ആനന്ദ് വരുന്ന സമയത്ത് എന്താ കണ്ടത്? കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെള്ളത്തിലിങ്ങനെ ഒഴുകിപ്പോകുന്നു. പേഡ് പൗദേ ഗിർ പടേത്തി. ചെടികളും മരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? വീണുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീണ് കിടക്കുന്നു. ചന്ദ് ഗർ ഡൂബ് ഗയേത്തി. കുറേ വീടുകളൊക്കെ മുങ്ങിപ്പോയിരുന്നു. പിന്നെയോ ഹമേ സ്കൂൾ ക്യാമ്പ് മേ പഹുഞ്ച് ദിയാ ഗയ. ഞങ്ങളെവിടേക്കാണ് പോയത് അല്ലെങ്കിൽ ഞങ്ങളെ എവിടേക്ക് എത്തിച്ചത്? സ്കൂൾ ക്യാമ്പിലേക്ക് എത്തിച്ചു. വഹാ ബഹുത് സേ ലോഗ് ജമഅത്തെ. അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഗാവോം വാലോനെ ഏക് ദൂസരെ കാ സാത്ത് ദിയ. ആസ്പാസ് കെ ലോഗ് ബി മദത് കെ ലിയെ ആയ. എല്ലാവരും എന്ത് ചെയ്തു? അവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾ ഓരോരുത്തരും മറ്റുള്ളവരുടെയൊക്കെ കൂടെ കൂടി അവരെയൊക്കെ സഹായിച്ചു. തൊട്ടടുത്തുള്ള ആളുകളെല്ലാം എന്ത് ചെയ്തു? അതുപോലെ സഹായത്തിനായിട്ട് അവിടെ എത്തി. ഹമേ ഖാനെ പീനെ കി ചീസേം ഓർ ജരൂരി സാമാൻ ദിയാ ഗയ. പിന്നെയോ ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ
തന്നു. സർക്കാർ की तरफ से मेडिकल कैंप लगाया था. ये सैलाब मेरी ज़िंदगी का एक नया तजुर्बा था. സർക്കാർ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരെന്ത് ചെയ്തു? മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചു. ഈ സേലാബ് എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു, പുതിയ അനുഭവമായിരുന്നു. ഈ പാഠഭാഗം ശരിക്കും നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയത് കൊണ്ടാണ് അതിലെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പാഠഭാഗത്തിൻ്റെ ഇടയിലൂടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെ മൂല്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുക, പാഠം പഠിക്കുക, ഉറുദു പഠിക്കുക എന്നുള്ളതിനേക്കാട്ടിലുപരിയായി നമ്മൾ എന്തുകൂടെ ചെയ്യണം? നമ്മൾക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൂല്യങ്ങളും നമ്മൾ ചേർത്ത് പിടിക്കണം. എന്തൊക്കെ കിട്ടി നിങ്ങൾക്ക്? എന്തെല്ലാം മൂല്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത്? അല്ലെങ്കിൽ എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു അവസ്ഥ പറഞ്ഞു. അതിനുശേഷം നിങ്ങളോട് അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ ജീവിതം എത്രത്തോളം ദുരിതമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുപോലെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഇന്നും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് കരുതി നമ്മൾ തന്നെ നമ്മളെ സ്വയം ബോധവൽക്കരിക്കണം. നമ്മൾ നന്നായി കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും നന്നായി കഴിഞ്ഞാൽ ഈ നാട് തന്നെ നന്നാവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കാൻ പാടില്ല. നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ചേർത്ത് പിടിക്കണം. നമ്മൾ ഒരുമയോടെ നിൽക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഖുദാ ഹാഫിസ്.